ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ DBക്കെതിരെ ഷോൺ ജോർജ് വിമർശനമായിട്ടുണ്ട്. പിന്നീട് സഭ സഭാധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്ന നടപടി അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധാർഹമാണ്. കാരണം സഭയുടെ നിലപാട് പറയാൻ ജനാധിപത്യ സംവിധാനത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് അവകാശമുണ്ട്. ആ അവകാശം അവർ വിനിയോഗിക്കുമ്പോൾ എതിരെന്തിനാ ധാർമ്മികരോഷം കൊള്ളുന്നത്? എഡിറ്റോറിയൽ ഞാൻ വായിച്ച എഡിറ്റോറിയല്ല. അവരാ എഡിറ്റോറിയൽ എഴുതി വളരെ ഭംഗിയായി മനോഹരമായി അഭിനന്ദനാർഹമായ ഒരു എഡിറ്റോറിയൽ ഒരു ഘട്ടത്തിൽ എഴുതി. ഇപ്പോൾ ഛത്തീഗഡിൽ കന്യാസ്ത്രീകളെ കയ്യാമം വെച്ച് കൽത്തുറങ്ങൾ വെച്ച് 8 ദിവസം എന്തിനായിരുന്നു? അവരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്ത് 8 ദിവസം ജയിലിട്ട്. ഇപ്പോഴും ആ കുറ്റം നിൽക്കുകയാണ്. അച്ഛന്മാരെ ആക്രമിച്ചു. ഞാൻ അച്ഛന്മാരുടെയൊക്കെ വീട്ടിൽ പോയത്. ഒഡീഷയിൽ ജോഷി മാത്യു ഫാദറിനെ ആക്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ കയറി പള്ളി ആക്രമിച്ച സംഭവമുണ്ട്. അതിനുശേഷം ഒഡീഷയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് സംഭവം നടന്നു. ഉത്തരപൂർവ്വ ഭാരതത്തിൽ എനിക്ക് തോന്നി ഈ അടുത്ത കാലത്ത് 800-ൽ പരം ആക്രമണം ന്യൂനപക്ഷങ്ങൾക്കെതിരായി സംഘടിപ്പിച്ചു. അത്തരം ആക്രമണങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി പത്രം അങ്ങനൊരു അഭിപ്രായം പ്രതിഷേധം രേഖപ്പെടുത്തിയ അഭിപ്രായം എഡിറ്റോറിയൽ എഴുതിയാൽ അതിനവരെ വിമർശിച്ച കാര്യമുണ്ടോ? അത് യാഥാർത്ഥ്യം, അത് സൃഷ്ടിപരമായ ഒരു വിമർശനമല്ലേ? എല്ലായ്പ്പോഴും മാധ്യമങ്ങൾ സൃഷ്ടിപരമായ ഒരു വിമർശനം ഉയർത്തിയാൽ അതിനെ സ്വാഗതം ചെയ്യണം. ക്രിയാത്മക നിർദ്ദേശങ്ങൾ വന്നാൽ അതിനെ സ്വാഗതം ചെയ്യണം. അതാണ് യഥാർത്ഥ ജനാധിപത്യത്തിൽ സ്വീകരിക്കേണ്ട മാതൃക. ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റാണ് മീഡിയ. ആ മീഡിയ കാര്യങ്ങൾ പറയുമ്പോൾ അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളോ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ പ്രതികരിക്കാം. പക്ഷേ ആ എഴുതിയ എഡിറ്റോറിയൽ യാഥാർത്ഥ്യമുണ്ട്, വസ്തുതാപരമായ കാര്യമാണ്, ഏറെ അഭിനന്ദനാർഹമായ കാര്യമാണ്. എഡിറ്റോറിയൽ ഞാൻ വായിച്ചിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഉത്തരപൂർവ്വ ഭാരതത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രൂപത്തിൽ ആക്രമണം ഉയർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ജനാധിപത്യപരമായ രൂപത്തിൽ അത് അധ്യക്ഷന്മാർക്കുമുണ്ട്. അതിനെക്കുറിച്ച് അവർ പറഞ്ഞാൽ അവരെ വിമർശിക്കാനും അവരെ ആക്രമിക്കാനും തെറിവിളിയാക്കാനും വരുന്നത് അങ്ങേയറ്റം അപലനീയമാണ്, പ്രതിഷേധമാർഗമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ചെയ്തുകൂടാത്ത രൂപത്തിലുള്ള പ്രതികരണമാണ് അത്തരം കാര്യങ്ങൾ. അത് കൃത്യമായി BJPയിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പറയൂ, രാജ്യത്തൊരു മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ നിൽക്കുന്നവരാണ് BJPയും RSSും. ആ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ തടസ്സമായി നിൽക്കുന്നതിന് അവർ ഉന്നയിച്ചിരിക്കുന്ന 3 കൂട്ടരാണ് അവർക്ക് ശത്രുക്കൾ. നിങ്ങൾ ഗുരുജി ഗോൾവോൾക്കറുടെ ബഞ്ച് ഓഫ് തോട്ട് എന്നുള്ള പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വിചാരധാര. ആ പുസ്തകത്തിൻ്റെ 20-ാം ചാപ്റ്ററിൽ കൃത്യമായി പറയുന്നു, ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നാണ് ആത്യന്തിക ലക്ഷ്യം RSS BJPയുടെ. അതിന് തടസ്സമായി നിൽക്കുന്നത് 20-ാം ചാപ്റ്റർ വിശദീകരിക്കുന്നുണ്ട് 3 കൂട്ടരാണ്. നമ്പർ 1 ഇസ്ലാം, നമ്പർ 2 ക്രിസ്ത്യാനി, നമ്പർ 3 കമ്മ്യൂണിസ്റ്റ്. ഈ 3 കൂട്ടരെ ഉന്മൂലനാശം ചെയ്തെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് ആ ഗുരുജി ഗോൾവോൾക്കറുടെ ആശയപ്രപഞ്ചം തീർത്തുകൊണ്ടുള്ള താത്വിക വിശദീകരണം വന്നിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെ 20-ാം ചാപ്റ്ററാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ ഒരു ആശയം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന BJPയുടെ നേതാക്കന്മാരിൽ ഇത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവരപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമാണ് BJP കൊടുക്കുന്ന ഉത്തേജനമാണ് ഇതുപോലെ സഭാധ്യക്ഷന്മാരെയും ദീപിയൊക്കെ തെറിവിളിക്കാൻ ഇടവന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക.